ഇത് മറ്റൊരു ഗെയിമാണ്. മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഇതാണ് ഗെയിം. முட்டை வருது, டக்கர் பிடிக்க தூக்கி போடுங்க, நல்லா தூக்கி போடுங்க, அப்பதான் பிடிக்க முடியும். அப்படி போடுங்க, அந்த போடும்போது മുട്ട പൊട്ടിപ്പോയാൽ മത്സരാർത്ഥി തോറ്റുപോയി എന്നതാണ് ഈ ഗെയിം. 5 பேருக்கு மட்டும் தான் போகுது, அதுக்கடுத்து கை மாற மாட்டேங்க. பைய போடுங்க, அவசரம் இல்லை. பைய போடுங்க, அவசரமே இல்லை. பைய போடுங்க, நிதானமா போடுங்க. ஒரு முட்டை போய்கிட்டே இருக்கு, போடுங்க. ரைட்டு, போடுங்க. ஒரு டீஸ்பூன் சோம்பு நல்லா பொரிச்சதுக்கு அப்புறம் ஒரு கப் வெங்காயம் சேர்த்து கோல்டன் ப்ரௌன் ஆனது அவங்க 3 போட்டுருக்காங்க, எங்க 2 அவங்க தான் ஜெயிச்சாங்க. கொஞ்சம் തള്ളിക്ക. ഈ മത്സരം ഇവിടെ പൂർത്തിയായെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട ഷെയർ ചെയ്യുക, എറിഞ്ഞ് അതിൽ എത്ര മുട്ട ഒരു മുട്ട പോലും പൊട്ടിക്കാതെ ജയിക്കുന്ന വ്യക്തികളാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നതാണ് ഈ കളിയുടെ അടുത്ത മത്സരം സൈക്കിള് ചവിട്ട് മത്സരമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സ്പീഡിലാണോ സ്ലോ ആയിട്ടാണോ എന്താണെന്നൊരു പിടുത്തവുമില്ല. സൈക്കിള് ചവിട്ട് മത്സരം എന്നാണ് അന്വേഷിച്ച് പറയാൻ സാധിച്ചത്. ഇപ്പം നമ്മൾ ഈ മത്സരം കാണുന്ന പ്രദേശത്ത് അത്യാവശ്യം വെയിലുണ്ട്, എങ്കിലും അന്തരീക്ഷം മൂടിക്കെട്ടി തന്നെയാണ് നിൽക്കുന്നത്. വെയിലുള്ളതുകൊണ്ടാണ് ഇവിടെ പൊങ്കൽ മഹോത്സവത്തിൻ്റെ സാംസ്കാരിക കലാപരിപാടികൾ നടത്തുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ള ഇത്രയും ഭാഗത്തുള്ള താമസക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘടിതമാണ് ഈ പരിപാടി. അങ്ങനെ ഓരോ സ്ട്രീറ്റ് തിരിച്ചാണല്ലോ ഇവിടുത്തെ രീതികളെല്ലാം. ആ ഓരോ സ്ട്രീറ്റിനും കലാപരിപാടികളുണ്ട്. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ കാലാവസ്ഥ, മഴ ഇത് കാരണം തടസ്സപ്പെട്ടു പോയ കേസുകളും ധാരാളമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 10 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെയാണെന്ന് തോന്നുന്നു. കുട്ടികളാണ് സൈക്കിളുമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ 1 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടണം, 1-2 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടണം. മത്സരത്തിനായി മത്സരാർത്ഥികളെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഇതൊരു മെയിൻ റോഡും കൂടിയാണ്. സൈക്കിളുകളും എല്ലാം മത്സരാർത്ഥികളെല്ലാം മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് മത്സരം തുടങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാഴ്ചക്കാരായ നാട്ടുകാർ നോക്കി നിൽപ്പുണ്ട്. ഒരു 10 മിനിറ്റ് നേരം റോഡ് ബ്ലോക്ക് ചെയ്യാതെ ഈ പരിപാടി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കുട്ടികള് സൈക്കിൾ ചവിട്ടി പോയ കുട്ടികൾ ഏതാണ്ട് 2 കിലോമീറ്ററിന്റെ അപ്പുറം വരെ ചെന്നിട്ട് അവിടെ ഈ മത്സരത്തിന്റെ അല്ലെ കളിയുടെ സംഘാടകർ അവിടെ ഉണ്ട്. അവിടെ ചെന്ന് അവിടെ നിന്നാണ് ഇവർ മടങ്ങുന്നത്. അവിടെ നിന്നും മടങ്ങുന്നവർ ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ആരാണോ ആദ്യം എത്തുക എന്ന് വെച്ചാൽ അവരെയാണ് ഈ മത്സരത്തിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചത്. എന്തായാലും ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അവർ ഇനി മടങ്ങി വരാൻ സമയമെടുക്കും. അതുവരെ നമ്മളിവിടെ കാത്തിരിക്കാൻ തയ്യാറാവില്ല. ദീപം FIS ചാനൽ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.